എങ്ങനെയുണ്ട് യുദ്ധം ഇന്നലെ ഇറാന്റെ കമ്പിത്തിരി? അത് പിന്നെ ഇസ്രായേൽ മക്കൾക്ക് ഇപ്പം ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ഒന്ന് ശലോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, കമ്പിത്തിരിയൊക്കെ കത്തിച്ച ആഘോഷം പൊടിപിടിപ്പിച്ചതാണ്. കാരണം യഹൂദന്മാരിങ്ങനെ ആകാശത്തൊന്നും കമ്പിത്തിരിയൊന്നും കത്തിക്കാറില്ല. അപ്പോൾ സാധാരണ പൊതുവെ നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ നാടുകളിലൊക്കെ എന്താ പറയുന്നത്, ന്യൂ ഇയർ ആഘോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആകാശത്ത് ഇങ്ങനെ കമ്പിത്തിരിയും മാലപ്പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ടല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അഞ്ചു മേരി വർഗീസ് തോദ 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 ആബാ തോദ റബ്ബ. അപ്പോൾ പ്രസന്റ് വാറിൽ നോ ഇമ്പാക്റ്റ്. ശമൂവേൽ പടിഞ്ഞാറേ മുറിയിൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഈ ചുമ്മാ ABC ന്യൂസിലും അല്ലാതെയുള്ള വാർത്താ ചാനലുകളിലും ഈ മലയാളികൾ എന്ന് പറയുന്ന പൊതുവെ ഇന്ത്യക്കകത്ത് മിക്ക വാർത്താ ചാനലുകളിലും ഇസ്രായേൽ ജനം പരിഭ്രമത്തിലോ ഇറാന്റെ ആക്രമണത്തിന് വലിയ ഘട്ടം ഉണ്ടയായി. എന്തിനാണ് ഈ വൃത്തികെട്ടവന്മാർ ഇങ്ങനെ തള്ളിമറിച്ച് വാർത്ത ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഒരു ഇത്തിരി പോലെ എന്താ പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 5000 മിസൈലുകളാണ് ഈ ഒരു വർഷത്തിനകത്ത്. 12,500 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് വന്ന് പതിക്കേണ്ടത്. അതിനെല്ലാം പുഷ്പം പോലെ നേരിട്ട് ഇസ്രായേലാണ്. ഇറാന്റെ ഓന കുറേ പടക്കം വന്നപ്പോഴത്തേക്കും ഇസ്രായേലങ്ങ്. ഇതൊക്കെ നിങ്ങൾക്ക് നാട്ടിലെ കേരളത്തിലുള്ളവർ പരച്ചുണ്ടാക്കുന്ന കഥകളല്ലേ? നാട്ടിലെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകുന്നവർ ഇസ്രായേലിലുള്ള ജനത്തെ, അതുപോലെ ഇവിടെ കുറെ കെയർടേക്കർമാരുണ്ട്, കുറെ പട്ടികള്, പന്നച്ചെറ്റകള്. ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ടെങ്കിൽ പണിയെടുത്തിട്ട് പണിയെടുത്ത കാര്യം നോക്കിക്കൊണ്ട് പോകണം. അറിയാത്ത കാര്യങ്ങൾ ചൊറിയാൻ നിൽക്കരുത്. കുറെ വൃത്തികെട്ടവന്മാരും നിന്നിട്ട് ചാനലുകൾക്ക് വാർത്ത കൊടുക്കുന്നയോ, ഇവിടേക്ക് ഇറാന്റെ മിസൈലുകൾ വന്നപ്പോൾ ഞങ്ങൾ പരിഭ്രമത്തിലായി, ആളുകൾ ഓട്ടത്തിലായി, മറ്റേതായി മറിച്ചതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു കുന്ത്രാണ്ടവും ഇല്ല. ഇവിടെ ഇസ്രായേൽ ജനം എല്ലാ സാഹചര്യത്തിലെയും അവർക്ക് നേരിടാൻ അവർ പഠിച്ചു കഴിഞ്ഞു. ഒരു കക്കൂസ് ഇരിക്കുന്നുണ്ടോ? ഇതാണ് അലക്സ കക്കൂസ്. കണ്ടോ, ഉമർ പണിത കക്കൂസ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് പുതുക്കി പണിതു. ഒട്ടോമൻ വന്നപ്പോൾ കുറച്ചുകൂടി ഉമർ ഒരു ഓല ഷെഡ് പോലെയായി കക്കൂസ് പണിത് വെച്ചിരുന്നത്. ഒട്ടോമൻ വന്നപ്പോഴാണ് ഇങ്ങനെ ആക്കി വെച്ചത്. ഒലിവുമല നിങ്ങൾക്കത് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരിക്കലും ഈ വാർത്തകളിൽ വന്ന് പറയുന്ന വിവരക്കേടുകളൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. ഇവിടെ ഒരു മണ്ണാങ്കട്ടയും ഇല്ല. ഇവിടെ ഇസ്രായേലിന്റെ ഓന പടക്കം വന്നാലും ശരി, ഇവിടെ ഹമാസിന്റെ പടക്കം വന്നാലും ശരി, ഇത് ഏതവന്റെ ഒക്കെ വന്നാലും ശരി, ഇസ്രായേൽ അന്നും ഇന്നും ഇസ്രായേൽ ജനത്തിന് ഇതിനെയൊക്കെ ചേർത്ത് നിൽക്കാൻ അന്നും ഇന്നും അറിയാം. പിന്നെ ഇസ്രായേൽ ജനങ്ങൾ ബങ്കറിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ സൈറൻ മുഴങ്ങുന്ന സമയത്ത് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവരുടെ ഒരു രീതിയാണ്. കാരണം അതവരുടെ രാജ്യത്തിന്റെ ഒരു നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അത്. അല്ലാതെ പേടിച്ച് ഭീതിയായിട്ട് ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുന്നു എന്നുള്ള വ്യാജത്തരം പറയരുത്. ഇവിടെ അലാറം അലർട്ടും ഒക്കെ വരുന്ന സമയത്ത് പൊതുവെ ആളുകൾ വീടുകളിലേക്ക് പോകാറുണ്ട്. അവർ ബങ്കറുകളിലേക്ക് പോലും പോകുന്നത് വളരെ കുറവാണ്. എല്ലാവരും വീടുകളിൽ തന്നെയാണ്. ഞാൻ പണ്ട് തൊട്ടേ ഇവിടെ ആയിരുന്ന സമയത്തെല്ലാം എൻ്റെ ആബയും ഞാനും ഒക്കെ ഞങ്ങൾ ബങ്കറൊന്നും ഞങ്ങൾ പോയിട്ടില്ല, അന്നും ഇന്നും പോയിട്ടില്ല. വീടുകളിൽ തന്നെയാണ്. എല്ലാ വീടുകളിലും ഒരു പ്രത്യേകതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂം വളരെ സേഫ്റ്റി റൂമിലായിരിക്കും. എല്ലാ വീടുകളിലും ഒരു റൂം സ്പെഷ്യൽ റൂം ആയിരിക്കും. ഇസ്രായേലിന്റെ എല്ലാ വീടുകളിലുള്ള പ്രത്യേകതയാണ്. ബങ്കറുകളിൽ പോയി അവർ പാർക്കേണ്ട കാര്യമൊന്നും അവർക്ക് വരുന്നില്ല. ആ റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കെട്ടിടങ്ങൾ തകർന്നു പറഞ്ഞാലും ആ ഒരു റൂം തകരത്തില്ല. അത് വളരെ സേഫ്റ്റി ആയിട്ട് ആ റൂം അങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ എന്തെങ്കിലും യുദ്ധമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറൻ മുഴങ്ങുന്ന സമയത്ത് അവർ വീടുകളിൽ കയറും എന്നുള്ളത് അത് അവർ രാജ്യത്തിന്റെ നിയമത്തെ അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ പേടിച്ചു വിറച്ച്, ഞാനൊക്കെ സത്യം പറയാൻ സൈറൻ മുഴങ്ങുന്ന സമയത്ത് ഞാൻ പുറത്തൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം എന്നെ പിടിച്ച് അകത്ത് കയറ്റാൻ ശ്രമിക്കാറുണ്ട്. അവരെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് രാജ്യത്തിന്റെ ഒരു നിയമമാണ്. സൈറൻ മുഴങ്ങുമ്പോൾ എല്ലാവരും വീടുകളിൽ പോകുക, പുറത്ത് നിൽക്കരുത് എന്നുള്ളത്. മനസ്സിലായോ? ചില സമയങ്ങളിൽ ഞാൻ അതും മറികടന്നാണ് നിങ്ങൾക്ക് ലൈവ് ചെയ്യുന്നത് പോലും. ആ സൈറൻ മുഴങ്ങുന്ന സമയത്ത് പോലും ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. എന്റെ മുകളിലൂടെ മിസൈലുകൾ പറന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ലൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം പോലും ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ സൈറൺ മുഴങ്ങുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഓടി വന്ന് നിങ്ങൾക്കത് കാണിച്ചു തന്നേനെയായിരുന്നു ലൈവില്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സജി സെബാസ്റ്റ്യൻ, ഒരു സംശയം, താങ്കൾ അവിടെ ഇസ്രായേൽ നയതന്ത്ര കാര്യത്തിലാണോ ജോലി ചെയ്യുന്നത്? അതെ, നയതന്ത്ര കാര്യാലയത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അറിയത്തില്ലേ? നയതന്ത്ര കാര്യത്തിൽ മാത്രമല്ല, ഇസ്രായേലിന്റെ മൊസാദിലും ഞാനുണ്ട്. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ വിലാമതിൽ എനിക്ക് കാണിച്ചു തരാം. അല്ലാതെ എനിക്ക് വിലാമതിന്റെ അടുക്കിലേക്ക് നിങ്ങളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ? എയ്ബ് തോമസേ, ചെല്ല് മോനോട് കേട്ടാ. അത് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ട് ഈ കമന്റൊക്കെ ഇട്ടോ. കമന്റൊക്കെ ഇടാനുള്ള താല്പര്യമുള്ളവരൊക്കെ സ്വന്തമായ പ്രൊഫൈലുകളൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നിങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും കമന്റുകൾ ഇട്ടോ. ഞാൻ അതിനെല്ലാം മറുപടി തരാൻ തയ്യാറാണ്. അല്ലാതെ എനിക്ക് നിങ്ങൾക്കൊന്നും മറുപടി തരാതിരിക്കാനൊന്നും ഞാൻ മറുപടി തരാതൊന്നും ഇരിക്കത്തില്ല. ഞാൻ മറുപടി തരും. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുക, സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ടുള്ള മറുപടി മതി. അല്ലാതെ ഫേക്കുകളിൽ വന്ന് കയറിയിട്ട് തോന്നിയ മാസവും ആഭാസത്തരമൊക്കെ വൃത്തികേടുകളും പിന്നെ വലിയ മൂട് കളിക്കലും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ നീ ഒന്നും എന്റേതൊന്നും ഒരിക്കലും നീ ഒന്നും എന്ത് ചെയ്യത്തില്ല. മുഹമ്മദ് ഷാഫി എന്നാടാ ഊളെ? എന്നാ പറ്റി മുഹമ്മദ് ഷാഫി? എന്ത് മക്കളെ, ചൊറിച്ചലോ? ചൊറിയുന്നുണ്ടോ? മാന്തി വരാൻ തരണമെന്ന് താല്പര്യമുണ്ടോ? മുഹമ്മദ് ഷാഫിക്ക് ചൊറിച്ചിൽ വല്ലതും വരുന്നുണ്ടോ? ചൊറിയുന്നുണ്ടെങ്കിൽ മാന്തി തരാം. അതിലൊന്നും പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. മനസ്സിലായോ? മനസ്സിലായോ? എന്നാ ചെല്ല്. മുഹമ്മദ് ഷാഫി കൂടുതൽ നേരം അവിടെ വന്ന് ചൊറിയരുത്. മനസ്സിലായോ? കൂടുതൽ നേരം ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഈ കക്കൂസിനകത്ത് കൊണ്ടുപോയി ഞാൻ സെപ്റ്റിക് ടാങ്കിനകത്ത് മുക്കി വെക്കും. ഇത് കണ്ടോ, തള്ളാഹുവിന്റെ കക്കൂസ്, അൽ-അക്സ എന്ന് പറയുന്ന കക്കൂസ്. ഈ കക്കൂസിനകത്ത് ഞാൻ കൊണ്ടുപോയി മുക്കി സെപ്റ്റിക് ടാങ്കിനകത്ത് മുക്കിയെടുക്കും ഞാൻ. ഒരുപാട് നേരം നിന്ന് ഇവിടെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പം ചെല്ല് മുഹമ്മദ് ഷാഫിയെ. എൻ്റെ മമ്മൂനിന് ചിലപ്പോൾ ഏറി കയറ്റി നിർത്തിയാലുണ്ടല്ലോടാ, പിന്നെ അവൻ ഏറിയിൽ നിന്ന് ഇറങ്ങാൻ കുറേ പാടുപെടും. വെറുതെ നിങ്ങൾ എന്തിനാണ് അവനെയൊക്കെ ഏറി കയറ്റാൻ നോക്കുന്നത്? ഓക്കെ? അപ്പോൾ